നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മൂന്ന് മുന്നണികളും തയ്യാറെടുക്കുകയാണ്. അതിനിടെ PV അൻവറിന്റെ അപ്രതീക്ഷിത രാജി. ഇതേ തുടർന്ന് കേരളം വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന PV അൻവർ തന്നെ നിലപാട് എടുക്കുകയും അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുകയെന്ന ചർച്ചയാണ് മണ്ഡലത്തിൽ തുടങ്ങിയിട്ടുള്ളത്. 2021 LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഒരുങ്ങുന്നത്. 4-ൽ 3-ലും ജയിച്ചത് UDF ആയിരുന്നു. അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകളും. LDF അവരുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയും നിലനിർത്തി. തൃക്കാക്കര, പുതുപ്പള്ളി, ഏറ്റവും ഒടുവിൽ പാലക്കാടും UDF-നൊപ്പം തന്നെ നിന്നു. എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലം LDF-നും UDF-നും ഒരുപോലെ നിർണായകം തന്നെയായിരിക്കും. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും മാത്രം ബാക്കി നിൽക്കെയാണ് PV അൻവറിന്റെ രാജി. 6 മാസത്തിനുള്ളിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം നിലമ്പൂരിൽ പ്രാവർത്തികമായാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളം ഒരു ഉപതിരഞ്ഞെടുപ്പിനെ കൂടി നേരിടും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 14 മാസം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഒരുപക്ഷെ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കാനും സാധ്യതകൾ ഏറെയാണ്. പിണറായിസം അവസാനിപ്പിക്കാൻ UDF-ന്റെ പിന്തുണയോടെ അൻവറിന് മറുപടി കൊടുക്കാൻ LDF-ഉം തയ്യാറെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം UDF-ന് അത്ര എളുപ്പമുള്ളതാകില്ലെന്ന് തന്നെയാണ് അൻവറിന്റെ രാജിക്ക് പിന്നാലെ വരുന്ന സൂചനകൾ. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശനോടും രാഹുൽ ഗാന്ധിയോടും ഇതുവരെ ഉന്നയിച്ച സർവ്വ ആരോപണങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് UDF-ന്റെ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട് അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്ക് വഴിമരുന്നിടുകയും ചെയ്യുന്നുണ്ട്. അൻവർ ഉയർത്തിയ വന്യജീവി പ്രശ്നങ്ങൾക്ക് മലയോര മേഖലയിൽ വലിയ ജനപിന്തുണ കൂടി ഉണ്ടെന്നിരിക്കെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച നടത്തി ലീഗിന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറഞ്ഞതെങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കമുണ്ടെന്ന് വ്യക്തമാണ്. KC വേണുഗോപാൽ, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ VS ജോയിക്ക് ഉണ്ടെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻഗണനയുള്ളത്. അങ്ങനെയെങ്കിൽ PV അൻവറിന്റെ പിന്തുണ ഉണ്ടാവില്ലെന്നത് UDF-ന് വെല്ലുവിളിയുമാകും. തന്റെ ബദ്ധശത്രുവായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് താൻ രാജിവെച്ച ഒഴിവിൽ ജയിച്ചു കയറരുതെന്ന ബുദ്ധിയോടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് നിർദ്ദേശിച്ചതെന്നാണ് വിലയിരുത്തൽ. നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ള മുൻതൂക്കം മുന്നിൽ കണ്ടു തന്നെയാണ് അൻവറിന്റെ ഈ കരുനീക്കവും. ഇത് തന്നെയാകും കോൺഗ്രസും UDF മുന്നണിയും വരും ദിവസങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ തലവേദന. സ്ഥാനാർത്ഥി നിർണയത്തിൽ തട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഏറെ കരുതലോടെ തന്നെയായിരിക്കും ഹൈക്കമാൻഡും നീങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് മേൽക്കൈ ഉണ്ടെന്ന ബോധ്യത്തിൽ തന്നെയായിരുന്നു അൻവറിന്റെ പരിഹാസത്തിന് ഏറെ പക്വതയോടെയുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി വന്നതും. ഉപതിരഞ്ഞെടുപ്പിൽ തഴയപ്പെട്ടാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ത് നിലപാടെടുക്കുമെന്നതും UDF-ന് നിർണായകമാണ്. ആര്യാടൻ വിരുദ്ധ ചേരി എന്ന നിലമ്പൂരിൽ 2 വിഭാഗങ്ങൾ തന്നെയുണ്ട്. നിലവിൽ ഷൗക്കത്തും ജോയിയും സ്ഥാനാർത്ഥിത്വത്തിനായിട്ട് രംഗത്തുമുണ്ട്. രണ്ടിലൊരാളെ നിശ്ചയിച്ചാൽ മറുപക്ഷം അടിയൊഴുക്കിന് ശ്രമിക്കുമോ എന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ സമവായം എന്ന നിലയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നുകൂടായികയൊന്നുമില്ല. 30 വർഷത്തോളം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദിലൂടെ UDF ആധിപത്യം സ്ഥാപിച്ച മണ്ഡലമാണിത്. ആര്യാടൻ വിരമിച്ച ശേഷം ഈ മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞത് PV അൻവറിലൂടെയാണ്. 2016-ൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് PV അൻവർ മണ്ഡലം പിടിച്ചെടുത്തത് തന്നെ. ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്വതന്ത്രൻ വരുമോ എന്നൊക്കെ അപ്പോൾ നോക്കാമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. നിലമ്പൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന CPM ഫോർമുല കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും വിജയം കാണുകയും ചെയ്തു. 2021-ൽ ശക്തമായ മത്സരം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും VV പ്രകാശിനെതിരെ
2791 വോട്ട് നേടിയാണ് അൻവർ ജയിച്ചത്. അൻവറിലൂടെ വിജയിച്ച ഫോർമുലയിൽ അൻവറിലൂടെ തന്നെ കൈപൊള്ളിയ പാർട്ടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കും പ്രഥമ പരിഗണന നൽകുന്നത്. അങ്ങനെയെങ്കിൽ നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന്റെ പേരാകും CPM-ൽ ആദ്യ പരിഗണനയ്ക്ക് വരിക. സ്വരാജ് മത്സരിച്ചാൽ വീറും വാശിയും കൂടുകയും ചെയ്യും. മുതിർന്ന നേതാവിനെ തന്നെ നിർത്തി സീറ്റ് നിലനിർത്തി അൻവറിസം ഇല്ലാതെയാക്കാനാണ് CPM ശ്രമിക്കുക. അൻവറിന്റെ ക്രെഡിറ്റ് അല്ല ഇടതു വോട്ടാണ് തുണച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ CPM-ന് ഈ വിജയം അനിവാര്യമാകുകയും ചെയ്യും. സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ CPM-ന് അത് വരാനിരിക്കുന്ന 2 തിരഞ്ഞെടുപ്പുകളിലെയും സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, എം സ്വരാജ്, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നീ പേരുകളാണ് ചർച്ചകളിൽ കേൾക്കുന്നത്. BJP വലിയ പ്രതീക്ഷ വച്ചു പുലർത്താത്ത മണ്ഡലമാണെങ്കിൽ കൂടിയും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരമായതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും തന്നെ മത്സരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല. UDF-ഉം LDF-ഉം തമ്മിലാവും പ്രധാന മത്സരമെങ്കിലും ഫലം നിർണായകമാവുക അൻവറിനാണ്. ജോയി ആണെങ്കിൽ അൻവർ വാശിയോടെ തന്നെ രംഗത്ത് വരികയും ചെയ്യും. ഷൗക്കത്ത് ആണെങ്കിലും പിന്തുണയ്ക്കാതെ തരമില്ല. UDF തോറ്റാൽ മുന്നണിയിൽ കറിപ്പറ്റുക അൻവറിന് ദുഷ്കരമാവുകയും ചെയ്യും. മറിച്ച് നിലമ്പൂർ ത്യജിക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറിന് UDF-ലേക്കുള്ള കവാടം തുറക്കപ്പെടും. നിലമ്പൂരിന് പകരം മലപ്പുറത്തോ കോഴിക്കോട് മറ്റേതെങ്കിലും സീറ്റിൽ അടുത്ത തവണ അൻവർ അംഗത്തിനിറങ്ങുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ശത്രുവായി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് PV അൻവർ അദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത്. UDF-ൽ മാപ്പപേക്ഷ എഴുതി തയ്യാറായി നിൽക്കുകയാണ് അൻവർ. NM വിജയന്റെ മരണത്തിൽ കടത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണം, IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് MLA മാറി നിൽക്കുന്നതെന്ന് കൂടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു. 2.10 കോടിയുടെ ബാധ്യതയുണ്ടെന്നാണ് കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞത്. ചെക്കുകളും മറ്റ് ഇടപാടുകളും കൂടാതെയാണിതെന്നും ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. നന്ദി.